നല്ല മത്തി പൊരിച്ചത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് സാധാരണ എല്ലാ സ്ഥലത്തും കിട്ടുന്ന പോലത്തെ ടേസ്റ്റുള്ള ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ്. ഇതിന് പച്ച കുരുമുളക് കൊണ്ടുണ്ടാക്കുന്ന മസാലയാണ് ഇതിന് എന്ന് പറഞ്ഞാൽ. നല്ല ഫ്രഷ് മത്തി എടുത്തു കഴിഞ്ഞ് ഇതേമാതിരി പൊരിച്ച് കഴിഞ്ഞാൽ ഒരു 2 പെഗ് 3 പെഗിൻ്റെ ഒപ്പം ഒരു 1/2 കിലോ മത്തി അങ്ങോട്ട് പോകും. ഇതൊന്ന് ഉണ്ടാക്കി നോക്ക്. ഇതിൻ്റെ ഉണ്ടാക്കുന്ന വിധവും കൂടി ഒന്ന് പറഞ്ഞു തരാം. ഇതാ മത്തി, നല്ല പുതിയ മത്തി എടുത്തിട്ട് ഇതേമാതിരി വരിക. അതൊന്ന് വരഞ്ഞോട്ടെ. വരഞ്ഞതിനനുസരിച്ച് ഇതാ പച്ചക്കുരുമുളക് എത്തി അതിൻ്റെ ഒരു 2 ഇല്ലിൻ്റെ ഇത് ഫുള്ളെടുക്കുക. എന്നിട്ടൊരു 2 പച്ചമുളക് അതിലിടുക. അതിൽ ലേശ ജീരകം, പെരുംജീരകം കേട്ടോ. പിന്നെ ഒരു വെള്ളുള്ളി. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഒരു 5-6 ഉള്ളി, ചെറിയ ഉള്ളി. അതാണ് സൂപ്പർ. അതിൻ്റെ അപ്പുറം കറിവേപ്പില, അത് ഒരിതിൽ മതി. പിന്നെ ഉപ്പ് പാകത്തിനിടുക. മഞ്ഞൾപ്പൊടി ഒരു ലേശം ഇടുക പാകത്തിന്. പിന്നെ മുളക് പൊടി, അതിന് എരിവ് എത്ര വേണമെന്ന് അറിയാമല്ലോ, അതിന് കണക്കാറ്റിടുക. പിന്നെ വിനീഗർ ഒത്തിരി വയ്ക്കുക. പിന്നെ കോൺഫ്ലവർ നോക്ക്. ഇതിട്ട് കഴിഞ്ഞാൽ മത്തിൻ്റെ മുകളിൽ നിന്ന് ഈ മസാല വിട്ടു പോകില്ല. ഇതേമാതിരി അരച്ച് അങ്ങ് തേച്ച് പിടിപ്പിച്ച് ഒരു 10 മിനിറ്റ് അവിടെ വെക്കാം. അത് നോക്ക്. ആ കോൺഫ്ലവറിൻ്റെ ഇടേണ്ടതിൻ്റെ ഉദ്ദേശം തന്നെ അതാണ്, അതിന് മസാല വിട്ടു പോകാതിരിക്കാൻ. ഓക്കെ, ഇങ്ങനെ നല്ല വെട്ടി ഒരു 10 മിനിറ്റ് വെച്ച് അടച്ച് വെച്ചു. അതാ ഞാൻ തുറന്നതിന് ശേഷം നല്ല വെളിച്ചെണ്ണയിൽ ഇതേമാതിരി അങ്ങ് ഇടാം. ഇതേമാതിരി അങ്ങ് ഇട്ട് എൻ്റെ കുഞ്ഞു മക്കളെ ഇതൊന്ന് അടിച്ചാൽ ഇതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടല്ലേ. ഒരു സത്യം പറയുകയാണെങ്കിൽ ഒരു ക്വാർട്ടറിന് ഒരു മത്തി മതി. അതാ എന്താ പറയുക, അതിൻ്റെ സ്റ്റൈൽ നോക്കി. അതെടുത്തിട്ട് ഒരു പീസ് അങ്ങോട്ട് അടിച്ചാൽ ആ കുരുമുളകിൻ്റെ മണവും ആ മസാലേൻ്റെ മണമെല്ലാം കൂടിയിട്ടാവുമ്പോൾ അത് 1.5 മത്തി വെച്ചിട്ടാണ്. സാധാരണ ഈ മത്തി ഒരുമാതിരി അവിടെയൊന്നും ഈ ഒരു കണ്ടീഷനിൽ കിട്ടില്ല, ഈ ടേസ്റ്റിൽ നോക്കൊരിക്കൽ. പിന്നെ നല്ല അടിപൊളി പുളിരസം വെച്ച് പുഴുങ്ങലരി ചോറിന് ഇല്ല പച്ചരി ചോറായാലും ശരി, അതിൻ്റെ ഒപ്പം ഇത് കൂട്ടി തിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അത്ര ഒരു ടേസ്റ്റും നമ്മുടെ മനസ്സിനൊരു നല്ലൊരു തൃപ്തിയാവും. പിന്നെ ടേസ്റ്റിൽ മാത്രം കഴിച്ചാൽ പോരാ, സബ്സ്ക്രൈബും കൂടി ആക്കാൻ മറക്കരുത്. മറന്നു പോകരുത്.